പ്രിയപ്പെട്ടവരെ, ദോഷങ്ങളിൽ വച്ച് കഠോരമായിട്ടുള്ള ദോഷമാണ് ഈ സർപ്പദോഷം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ബാധിക്കുന്ന ഒന്നായിരിക്കും ഇത് ഇന്ന കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പ്രധാനമായിട്ട് സന്തതി പരമ്പരകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ചിലർക്ക് സന്തതി ഉണ്ടാവാതിരിക്കുക, ചിലർക്ക് സന്തതി നാശം ഉണ്ടാവുക, ചിലർക്ക് സന്തതികളുടെ ഗതി പിടിക്കാതെ പോവുക, ചിലർക്ക് ത്വക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരിക, ചിലർക്ക് മനോനിലയെ തകിടം മറിക്കുന്ന കാര്യമായിട്ടായിരിക്കും വരിക, ചിലർക്ക് സാമ്പത്തിക നിലയെ തന്നെ താറുമാറാക്കുന്നത് വരാം, ചിലർക്ക് ബന്ധങ്ങളിൽ തകർച്ച ഉണ്ടാക്കുന്ന തരത്തിൽ വരാം, ചിലർക്കാകട്ടെ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം, ചിലരുടെ ജീവിതം തന്നെ പെരുവഴിയിലായി പോകുന്ന വീട്ടിലേക്ക് തന്നെ ചെന്ന് കയറാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ദോഷങ്ങളുടെ കാഠിന്യം പറഞ്ഞാൽ തീരാത്ത ഒന്നായിരിക്കും. ഒരു എപ്പിസോഡിൽ കുറേ സമയം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിലാണ് ഈ സർപ്പദോഷം വന്നുകൂടുക. ഇതിന് കാരണങ്ങൾ അന്വേഷിച്ചു പോയാലും ഒരുപാടുണ്ടെന്ന് അറിയാമോ? കാര്യം ചിലപ്പോൾ മണ്ണിലുള്ള ദോഷമായിരിക്കും, ചിലപ്പോൾ നമ്മൾ സർപ്പങ്ങളെ കൊന്നതിൻ്റെ ദോഷമായിരിക്കും, ചിലപ്പോൾ ജന്മങ്ങൾക്ക് മുമ്പുണ്ടായ സർപ്പദുരിതമായിരിക്കും, ചിലപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് സർപ്പങ്ങളുടെ വാസസ്ഥാനം നശിപ്പിച്ചതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ സർപ്പങ്ങൾക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തായിരിക്കും, നാഗത്തിൻ്റെ കുഞ്ഞു നാഗങ്ങളെ കൊന്നതിൻ്റെ ആയിരിക്കും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു സർപ്പ കോപം സർപ്പ ശാപവുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാകാം. പലപ്പോഴും ഈ രാശി പ്രശ്നമൊക്കെ പരിശോധിച്ചിട്ട് പലരും സർപ്പദോഷങ്ങൾക്ക് പല പരിഹാരങ്ങളും പറയും. സർപ്പദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പലതും ചിലവേറിയതാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം സന്താനപരമായിട്ടുള്ള ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം, പുറമെ അറിയാവുന്ന കാര്യം മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തുക, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളുണ്ട്. കാലസർപ്പദോഷം വന്നു കഴിഞ്ഞാൽ കാലഹസ്തിയിൽ പോയിട്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ള ഒരു ശമനം പലപ്പോഴും സർപ്പദോഷം ഒഴിഞ്ഞു മാറി എന്ന് പറയുന്ന തരത്തിലേക്കുള്ളത് വരിക വളരെ അപൂർവമാണ്. ചിലപ്പോൾ ഒരു ശാന്തത കിട്ടിയേക്കാം എന്നതിലുപരി നമുക്ക് ആ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നു എന്ന് സങ്കല്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ പലപ്പോഴും അപൂർവമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ പറയുന്ന വലിയ ഹോമങ്ങൾ നടത്തിയിട്ട് പോലും അതിൻ്റെ പൂർണ്ണത വരാത്തവർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ 3 തരത്തിൽ ഉള്ള പരിഹാരക്രിയകൾ നമ്മൾ ചെയ്യാമെങ്കിൽ, അതും ലളിതമായിട്ടുള്ള കാര്യമാണ്, നമ്മളെ ബാധിച്ചിരിക്കുന്ന 3 തലത്തിലുള്ള സർപ്പദോഷങ്ങളെ നമുക്ക് നിവാരണം ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നമ്മളൊരു 90% ദോഷങ്ങൾക്ക് പരിഹാരമാവും. അതാണ് 3 എണ്ണം ചെയ്യണമെന്ന് പറയുന്നതിന് 3 തലമായിട്ട് തരംതിരിച്ചിട്ട് അതിനെ ആ ദോഷങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് മനസ്സിലാക്കി വെച്ചിട്ട് ഈ ക്രിയകൾ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ചിലവ് ചെയ്തേ പറ്റുള്ളൂ പൂജാഘട്ടങ്ങളിൽ വരുമ്പോൾ. എങ്കിലും നമുക്ക് ഒരു സർപ്പദോഷത്തിൻ്റെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതും, ഏതെങ്കിലും തരത്തിലുള്ള സർപ്പദോഷം നിങ്ങളിൽ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അത് മാറി നിങ്ങൾക്ക് സ്വച്ഛമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വളരെ വിലപ്പെട്ട ഒന്നായിരിക്കും ഇത്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഇത് മൂല്യമായിട്ടുള്ള വീഡിയോ ആയിട്ട് കണക്കാക്കുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ മതി. ഇപ്പോൾ ചാനൽ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പരിഹാര കാര്യങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് സർപ്പദോഷം എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ കൊണ്ട് നിങ്ങൾക്ക് സർപ്പദോഷം ഏത് തരത്തിലാണ് നിൽക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ചില പരിഹാരങ്ങളും കൂടി ചെയ്യാം. ഒപ്പം ഇത് ചെയ്തു പോവാം. ഇനി പക്ഷേ നിങ്ങൾക്ക് അസ്ട്രോളജറെ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പരിഹാരങ്ങളൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയില്യ ദിവസം ആയില്യ പൂജയ്ക്കൊക്കെ കൊടുക്കും. അത് നല്ലൊരു കാര്യമാണ്. സർപ്പങ്ങൾക്ക് പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, സർപ്പങ്ങളുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് ആയില്യ പൂജയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സർപ്പാഭിഷേകം എന്ന് പറയുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ മഞ്ഞളും മഞ്ഞപ്പൂക്കളും കമുകിൻ്റെ പൂക്കുലിയും ചേർത്ത് കുഴച്ച്, അത് വെള്ളം നനയ്ക്കാതെയാണ് കേട്ടോ, വെറുതെ ഒന്ന് ഇളക്കി കുഴച്ച് അതുകൊണ്ട് നാഗങ്ങൾക്ക് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. അത് മേൽശാന്തി അടുത്ത് പറയണം, ഇന്ന കാര്യങ്ങളാണ് ചേർത്തിട്ടാണ് അഭിഷേകം ചെയ്യേണ്ടതെന്ന് ആ കർമ്മം ചെയ്യുന്ന കർമ്മി ആരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ചെയ്തു തരും. ആ രീതിയിൽ നിങ്ങൾ ആയില്യ ദിവസം തീർച്ചയായിട്ടും 8 മാസം
നിങ്ങൾ ചെയ്യുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സർപ്പപരമായിട്ടുള്ള ദോഷങ്ങളുടെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് അതിലൂടെ ഉണ്ടായി വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. നമുക്ക് ചെറിയ വെള്ളിയിലെ രൂപങ്ങൾ കിട്ടും. വെള്ളിയിൽ നിന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അത് സ്റ്റീലായിരിക്കാം, ചിലപ്പോൾ അത് അലുമിനിയം ആയിരിക്കാം. വെള്ളി കളറിൽ ഓൺലൈനിലൊക്കെ കിട്ടും. അത്തരം നാഗരൂപങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ വലത് കൈയിലെ മോതിരവിരൽ ഈ നാഗരൂപത്തിൻ്റെ പുറത്ത് സ്പർശിച്ചിട്ട് ഓം ഹ്രീം അനന്തനാഗമൂർത്തയെ സർവസർപ്പാപരാധം ക്ഷമസ്വ ക്ഷമസ്വ, മന്ത്രം ഒന്നുകൂടി, ഓം ഹ്രീം അനന്തനാഗമൂർത്തയെ സർവസർപ്പാപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള മന്ത്രം ഈ നാഗരൂപത്തിൻ്റെ പുറത്ത് തൊട്ട് ജപിക്കണം. 100-200 രൂപയ്ക്കകത്തുള്ള ചെറുത് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തൊട്ട് ജപിച്ചിട്ട് ഇത് കാവിലോ ക്ഷേത്രത്തിലോ കൊണ്ടുപോയി ഒരു ദിവസം ആയില്യ ദിവസം സമർപ്പണം ചെയ്യുക. ഒരു തവണ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ജാതകമൊക്കെ പരിശോധിച്ചിട്ട് ഒട്ടുമിക്ക പേർക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്. നാഗപരമായിട്ടുള്ള ദോഷം നിൽക്കുകയാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പകരം നമ്മൾ ചില പൂജാക്രമങ്ങൾ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യണമെങ്കിൽ മിനിമം 40,000 രൂപയുടെ ചിലവ് വരും. അപ്പോൾ അതിനേക്കാളും ഇത് 100-200 രൂപയ്ക്കകത്ത് ഇവർക്ക് സ്വയം ചെയ്യാം. അതിൻ്റെ ദിവസം രാവിലെ ഒന്ന് തൊട്ട് ജപിച്ചാൽ മതി. കഠിനമായിട്ടുള്ള ദോഷമാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ ആയില്യത്തിന് 8 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ ജപിച്ചു തുടങ്ങണം. എന്നും രാവിലെ 8 ദിവസം മുമ്പ് ജപിച്ച് 9ാമത്തെ ദിവസമാണല്ലോ ആയില്യം വരുന്നത്. ആ 9ാമത്തെ ദിവസം ആയില്യത്തിൻ്റെ അന്ന് ആ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ചാൽ മതി. ഒരു റെസിപ്റ്റ് എഴുതിയോ മറ്റോ, ചിലർക്ക് അല്ലാതെ സമർപ്പിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് റെസിപ്റ്റ് എഴുതി നാഗരൂപം സമർപ്പണം എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്ത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് ശരീരാദി കലകളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന നാഗദോഷങ്ങൾ. അങ്ങനെ പലതരത്തിലുള്ള നാഗദോഷങ്ങൾ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കും. ചിലപ്പോൾ ആഭിചാരം വഴിക്ക് നീച സർപ്പബാധയെ തന്നെ വിട്ടേക്കാം, അങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പം അത് ശരീരത്തിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗസൂക്തം കൊണ്ട് ഇളനീര് ജപിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൽ ചെന്ന്, ഏത് ക്ഷേത്രത്തിലും മിക്കവാറും നാഗങ്ങൾ കാണും, അവിടെ വെച്ച് തിരുമേനി അവിടുത്തെ മേൽശാന്തി ജപിച്ചിരും. നാഗസൂക്തം കൊണ്ട് ഇതൊക്കെ ജപിച്ചു തരും. ഇനി ചിലയിടത്ത് നാഗസൂക്തം മാത്രമല്ലായിരിക്കും, ഈ ദോഷങ്ങളുടെ കാഠിന്യം കൊണ്ട് സർപ്പഭയഹര മന്ത്രം ഉണ്ട്, അല്ലെങ്കിൽ ഗരുഡ പഞ്ചാക്ഷരി ഉണ്ട്. ഇതും കൂടെയൊക്കെ ജോയിൻ ചെയ്ത് ചില മേൽശാന്തിമാർ ജപിച്ചു തരും. അത് നിങ്ങൾ സമർപ്പിക്കാൻ ചിലർ പറയും, ഇതിനോടൊപ്പം ഞാൻ ഗരുഡ പഞ്ചാക്ഷരി ജപിച്ചിട്ടുണ്ട്, നാഗസൂക്തത്തിനോടൊപ്പം ജപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നാഗസൂക്തം 3 എണ്ണം കഴിച്ചതിന് ശേഷം നിങ്ങൾ മാസത്തിൽ 1 എന്നായിരിക്കും പറയുന്നത്, മാസത്തിൽ 1 വട്ടം കുടിച്ചാൽ മതി. അങ്ങനെ 3 വട്ടമാണ് ചെയ്യേണ്ടത്. മാസത്തിൽ 1 പ്രകാരം 3 മാസം. അപ്പം അതിൽ 3ാമത്തെ മാസം കഴിയുമ്പോൾ തിരുമേനി പറയും ഗരുഡ പഞ്ചാക്ഷരി കൊണ്ട് ജപിച്ച് കുടിക്കാം, അല്ലെങ്കിൽ സർപ്പഭയകര മന്ത്രം കൊണ്ട് ഒരു ഇളനീര് കുടിക്കാം എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ അദ്ദേഹം നിർദ്ദേശിക്കുകയാണെങ്കിൽ അതും കൂടെ കൂട്ടത്തിൽ ചെയ്യുന്ന തെറ്റില്ല. ഓരോരുത്തരുടെയും അവസ്ഥ പ്രത്യേകം. എന്തായാലും നാഗസൂക്തം കൊണ്ട് നിങ്ങൾ 3 എണ്ണമെങ്കിലും ഇളനീര് കുടിക്കുന്നത് ഏറെ ശുഭകരമായിരിക്കും. ചിലപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചിലർ കൂട്ടത്തിൽ ചില മന്ത്രങ്ങളോടെ കൂടെ ജപിച്ചു തരും. അതൊന്നും കുഴപ്പമില്ല. ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നാഗസൂക്തം മാത്രമാണോ എന്നാണ്. ചില മേൽശാന്തി വരെ അതിന് ചില പ്രൊട്ടക്ഷൻ മന്ത്രങ്ങൾ കൂടി നമുക്ക് ജപിച്ചു തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ പങ്കുവയ്ക്കുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരിക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക്
എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.